നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. അത് ഇപ്പോൾ സ്ഥാനാർത്ഥി ആരാകണം, അതും CPM-നകത്ത് നിന്ന് ആരാകണം എന്നുള്ളതിനെക്കുറിച്ച് ഏറെ ചർച്ചയും വാദകോലാഹലങ്ങളും നടക്കുകയാണ്. തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തതുപോലെ പത്തനംതിട്ടയിലും അങ്ങ് ഒരാൾ എടുത്തിരിക്കുകയാണ്. അത് BJP-യുടെ ആളല്ല, CPM-ൻ്റെ ഡോക്ടർ തോമസ് ഐസക്കാണ്. തോമസ് ഐസക്കിനെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തി. ഇനിയിപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചങ്ങ് കെട്ടുകെട്ടിക്കുക എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ കണക്കുകൂട്ടൽ. UDF-ൻ്റെ കോട്ടയെന്ന് വിശേഷിപ്പിച്ചിരുന്ന ആറന്മുള, തിരുവല്ല, അടൂർ, കോന്നി, റാന്നി നിയമസഭാ മണ്ഡലങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിടിച്ചടക്കിയതിൻ്റെ ഒരാത്മവിശ്വാസമാണ് LDF-നതൊരു പ്രധാനമായിട്ട് നിൽക്കുന്നത്. ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മുൻ ധനമന്ത്രി ഐസക് തന്നെ മത്സരിക്കാൻ സാധ്യത കാണുന്നു. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും പിന്നെ ക്രിസ്ത്യൻ വിശ്വാസികൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് CPM-ൻ്റെ കണക്കുകൂട്ടൽ. പോയ വാരം തിരുവല്ലയിൽ സംഘടിപ്പിച്ച മൈഗ്രേഷൻ കോൺക്ലേവിലൂടെ ഐസക് തൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ഉറപ്പിക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടൂരിൽ നടന്ന ജില്ലാതല ശില്പശാലയുടെ ചുമതലയും തോമസ് ഐസക്കിനായിരുന്നു. അദ്ദേഹം മത്സരിച്ചില്ലെങ്കിൽ മാത്രം മറ്റൊരാളെ പരിഗണിച്ചാൽ മതിയെന്നാണ് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നിലപാട്. പ്രധാനമായും 3 കാര്യങ്ങളാണ് CPM വിജയസാധ്യതയായി കണക്കാക്കുന്നത്. ഒരു കാലത്തിൻ്റെ UDF-ൻ്റെ കോട്ടയെന്ന് വിശേഷിപ്പിച്ചിരുന്ന ആറന്മുള, തിരുവല്ല, അടൂർ, കോന്നി, റാന്നി നിയമസഭാ മണ്ഡലങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിടിച്ചടക്കിയതിൻ്റെ ആത്മവിശ്വാസം. കൂടാതെ കാഞ്ഞിരപ്പള്ളി, പാലാ നിയമസഭാ മണ്ഡലങ്ങളിൽ മാണി ഗ്രൂപ്പിലുള്ള മേൽക്കയും വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്ന് CPM കരുതുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് 3.5 ലക്ഷം വോട്ടുകൾ, LDF-ന് 3.36 ലക്ഷം വോട്ടുകളുമാണ് ലഭിച്ചത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയം പ്രതിഫലിച്ച തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് 2.97 ലക്ഷം വോട്ട് ലഭിച്ചു. 50,000 വോട്ടുകളുടെ വ്യത്യാസമാണ് ഇടത് വലത് മുന്നണികൾക്ക് തമ്മിലുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അടൂർ, കോന്നി നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് LDF-ന് ഭൂരിപക്ഷം ഉണ്ടായത്. ഇക്കുറി മാണി ഗ്രൂപ്പിൻ്റെ സ്വാധീനം പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും അനുകൂലമാകുമെന്നാണ് CPM-ൻ്റെ കണക്കുകൂട്ടൽ. അങ്ങനെ വന്നാൽ 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുമെന്നാണ് അവർ നൽകുന്ന സൂചന. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പേരിനോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പേരാണ് റാന്നിയിലെ മുൻ MLA ആയിരുന്ന രാജു എബ്രഹാം. റാന്നിയിൽ കഴിഞ്ഞ 5 തവണ MLA ആയിരുന്നിട്ടുണ്ട്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നപ്പോൾ പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിസ്ഥാനം കണ്ടിരുന്ന ആളാണ്. പക്ഷേ VS പക്ഷക്കാരനായതുകൊണ്ട് പിണറായി രാജു എബ്രഹാമിനെ മാറ്റി നിർത്തി. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഐസക്ക് പിന്മാറ്റം നടത്തുകയോ ഐസക്കിന് മറ്റെവിടെയെങ്കിലും മാറ്റുകയോ ചെയ്താൽ, അതായത് എറണാകുളത്തേക്ക് ഒരുപക്ഷെ ഐസക്കിനെ വിടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ രാജു എബ്രഹാമിനെ തന്നെയായിരിക്കും ഇറക്കാൻ സാധ്യത.